എടി മീറ്റിംഗ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനും ചാടിത്തുള്ളി വന്നേ നിന്റെ ഒപ്പം. സാരമില്ല സഞ്ജു, ജസ്റ്റ് 1 വീക്ക് അത്രയല്ലേ ഉള്ളൂ. ഈ മിസ്സിംഗ് ഒക്കെ കെട്ടിക്കഴിഞ്ഞും കണ്ടാ മതിയായിരുന്നു. ഹലോ എന്റെ പൊന്നു സുഹൃത്തെ, ലീവ് എടുത്ത് ഒരാഴ്ച മുങ്ങുന്നത് ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ മനസ്സമാധാനായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിട്ടാ. ആ റോണിയെ വിളിക്ക്, അല്ലെങ്കിൽ ചീഫ് ഓഫ് പ്രോഗ്രാം ഉണ്ടല്ലോ അയാളെ വിളിക്ക്. എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. എടി പോത്തെ, നിന്റെ ഈ പറച്ചിലേട്ട തോന്നും ഈ ട്രിപ്പ് ഫുള്ളി പേഴ്സണൽ ആണെന്ന്. അല്ല, സമ്മതിച്ചു. എനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അതും ഇത്രയും ദൂരം യാത്ര ചെയ്ത് പണ്ടും കണ്ട് കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ പോയി കാണാൻ. പൊന്നു മോനെ, ഈ എനക്ക് ഒന്നും കാണാണ്ട് കെട്ടിയെഴുന്നള്ളി പോകുന്നു തോന്നുന്നുണ്ടോ? നീ ഇത് കണ്ടോ? ഈ റൈറ്റർ എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ പണ്ട് 6th പഠിക്കുമ്പോ ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അവളാണിവൾ. ഇവളിപ്പോ സ്വന്തമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങി വലിയ സംഭവമൊക്കെ ആയിട്ടിരിക്കോ. സംഗതി കിടലന. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ഫീച്ചറോ ന്യൂസോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നേക്കാ വലിയ പുലികൾ നോക്കിയിട്ട് നടക്കാത്ത കാര്യ. പക്ഷെ സഞ്ജു, ഞാനിത് ചെയ്തിരിക്കും. കൊള്ളാം. അപ്പോ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ അന്വേഷിച്ചുള്ള യാത്രയുടെ ഉദ്ദേശം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലേ? യെസ്, സൈക്കോളജിക്കൽ മൂവ്. ജീവിക്കണ്ട മനുഷ്യ. കെട്ടിയും കൂടെ കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് ഒന്നും വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. മിടുക്കി, മിടുമിടുക്കി. സമയായി പോ. എന്താ അച്ചു, നിനക്ക് നല്ല വാർത്തയൊന്നുമില്ലേ വായിക്കാൻ? 6 പേരെ വെട്ടിക്കൊന്ന ഇറച്ചി ബാബു പോലീസ് റിമാൻഡിൽ. വേറെ വല്ലതും വായിക്കച്ചു. ഇതിനകത്ത് ഇതൊക്കെ ഉള്ളൂ അമ്മേ. കോമൺവെൽത്ത് ഗെയിമിൽ ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. അച്ഛാ, എന്ന് എന്നെ മോളും ബീച്ചും കാണിക്കാൻ കൊണ്ടുപോവാ മോളെ. എന്ന്? അടുത്ത ആഴ്ച ആട്ടെ. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ ആശിപ്പിക്കാതെ. മോളെ, അച്ഛൻ മാളും ബീച്ചും കാണിക്കുന്നു, കൊച്ചു സ്വപ്നം കാണണ്ട. നീ എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ മിണ്ടാണ്ടിരുന്നോണം. സ്കൂളിലെ ഫീസ് അടിച്ചിട്ട് മാസങ്ങളായി. അന്നേരം വാ മാളും ബീച്ചും. കൂടെ ജോലി ചെയ്യുന്നവർക്ക് കാറും വീടും ഒക്കെ. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ. എന്നാ കഴിക്കോ വെച്ചേ. എന്തോ നാടി അവിടെ കിടന്ന് പെറുപെറുക്കുന്നേ? പറയുന്നതിനാ കുറ്റം. കഴിക്ക. നമ്മൾ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പൊ മോളുടെ എല്ലാ കാര്യം ചെയ്യുന്ന അവള് തന്നെയാ. ഞാനൊരു ജോലിക്കാരിയെ പോലും വെച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ അവരും മനസ്സിലാക്കട്ടെന്നേ. ശരി ആന്റി, ശരി. മോളെ, ഒന്ന് വേഗം വാ. List of the students who opened their eyes in the prayer time. Anna, Ria, Dia, Joel, Abraham, Rijo, Anakha,
You need to write imposition that I never opened my eyes at the prayer time. 150 times and show that to me. Understand? Sit down. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് വൈലോപ്പള്ളിയുടെ മാമ്പഴം. മാതാവ് ചൊടിച്ചത് എന്തിന്? നെക്സ്റ്റ്. അനക. പൂങ്കുല തല്ലി ഒടിച്ചു. Sit down. എന്തിനാ കണ്ണു തുറന്ന? വേറെ ആരെങ്കിലും കണ്ണു തുറന്നോ നോക്കാനായിരുന്നു. ക്ലാസ് ലീഡർ കണ്ണു തുറന്ന കുഴപ്പമില്ല, നമ്മൾ തുറന്ന ഇമ്പോസിഷൻ. പിന്നെ ഞാൻ നേരത്തെ നടുക്കറ്റം വെച്ചാൽ മതി, അല്ലേ കുടുങ്ങും. ഞാൻ 50 നീ എത്രയായി? 20. പിന്നല്ലേ അമ്മ ഈ സൺഡേ എന്നെ മോള് കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ജന്മം മോള് കാണാന്ന് വിചാരിക്കുന്നില്ല. അതെന്താ? അതൊക്കെ അങ്ങനെയാ. നീ എന്തായാലും പോയിട്ട് വാ, എന്നിട്ട് കഥ പറഞ്ഞ. പിന്നെ ഇനിയിപ്പോ നീയും കൂടെ പോയാ ഈ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരിക്കും മോള് കാണാത്തത്. അയ്യോ ഓടിക്കോ. എടി, ഇവിടുത്തെ മാള് കണ്ടിട്ട് ഒരു കാര്യമില്ല. മാള് കാണണമെങ്കിൽ കൊച്ചിയിലെ മാള് കാണണം, സ്വർഗത്ത് ചെന്ന പോലെ. പിന്നെ ഫോക്കസ് മാളിൽ പുതിയ ഗെയിം വന്നിട്ടുണ്ട്, അടിപൊളിയാ. ചെലപ്പോ. അതെയോ? അതെ. എന്നാ ശരി, ബൈ. ഞാനിതൊന്ന് റെഫർ ചെയ്യട്ടെ, നോക്കാം. മാറിങ്ങോട്ട്. നിന്റെ ഒരു തലമുടി കുളിച്ച ഉണങ്ങത്തൂല്ല, നമുക്കിതങ്ങ് വെട്ടാം. അമ്മ വേണ്ട അമ്മ. നിനക്കും പാടല്ലേ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ? എനിക്ക് പാടൊന്നുമില്ല, മുടി നിലത്ത് മുട്ടുമ്പം വെട്ടിയാ മതി. ദേ, ഇവിടെ വെച്ചിങ്ങനെ വെട്ടിയാ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ല, ഇതാ ഭംഗി. ഇങ്ങനൊരു പെണ്ണ്. രാവിലെ വലിയ പാവാട എടുത്തിട്ടു, ഇനി ഇതിപ്പോ നിലത്തിട്ടൊരച്ച കഴുകാൻ എളുപ്പമാവല്ലോ. ഇതാ എനിക്കിഷ്ടം. നിന്റെ ഇഷ്ടം. ലോകത്ത് ആർക്കും ഇല്ലാത്ത ഇഷ്ടങ്ങളാണല്ലോ നിനക്ക്. അമ്മേ, ഈ സൺഡേ എന്നെ മോള് കൊണ്ടുപോകൂലേ? ഹലോ, അവരോട് ഞാൻ പറഞ്ഞതാ ബാക്കിയുള്ളവർക്ക് പണിയാക്കാൻ വേണ്ടിയിട്ട്. ആ സ്യൂട്ടിൽ ഇനി പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പോകണ്ട, നമുക്ക് സെറ്റിൽ ആക്കാൻ ശ്രമിക്കാം. ശരി, ബൈ. ശസ്ത്രക്രിയയിലൂടെ രാജേഷ് രാജശ്രീയായി. അമ്മേ, ഈ ശസ്ത്രക്രിയയിലൂടെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളാവാൻ പറ്റുമോ? ആയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? അല്ല, തനിച്ചെവിടെയും പോവാലോ, അറ്റ്ലീസ്റ്റ് ഒരു മോളിലെങ്കിലും പോവാലോ. ലീവ് എടുക്കണേ, ലീവ് അങ്ങ് എടുക്കൂടാ.
എടിയാ 2 ഗ്ലാസും വെള്ളം ഇങ്ങെടുത്തേ. ആകുന്നതിന് കുഴപ്പമില്ല, ഇതുപോലൊക്കെ ആകാതിരുന്നാ മതി. സിന്ധു, അച്ചുവിനെ കൂടെ കൊണ്ടോണേ. ചേട്ടനെ ഇന്ന് ജോലി തിരക്കാ. ശരിയാച്ചി. ഏച്ചിക്കിപ്പോ ഭയങ്കര സുഖല്ലേ? കോളേജിലായോണ്ട് അടി ഇമ്പോസിഷൻ ഒന്നും കിട്ടൂലോ. അടിയും പൊസിഷനൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു സെമിനാർ അസൈൻമെന്റോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോ ശരിക്കും പ്രാന്ത് പിടിക്കും. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് ക്ലാസ് കട്ടിയില്ല. എന്നിട്ടെന്താ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ബീച്ചിൽ പോവും, സിനിമയ്ക്ക് പോവും, പിന്നെ ചൂടെടുത്ത് പൊരിഞ്ഞ മോളിലും പോവും. പിന്നെ അവിടെ AC ആണല്ലോ, ഭയങ്കര രസാ. ഓ, എങ്ങനെങ്കിലും ഒന്ന് കോളേജിൽ എത്തി കിട്ടിയാ മതി. വേഗം പഠിച്ചോ. ഇനി 7, 8, 9, 10 +1 +2 ഇതൊക്കെ കഴിഞ്ഞ എപ്പ എത്താനാ? അതൊക്കെ ദേത് പറഞ്ഞു പോവച്ചു. ഉഫ്, കോളേജിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ ക്ലാസ് കട്ട് ചെയ്യല്ലേ. പക്ഷെ അതിന് ഇനി എത്ര കൊല്ലം കഴിയണം? നിനക്കിപ്പോ എന്താ, നീ സൺഡേ മോള് പോവല്ലേ? അതിപ്പോ നീയും നിന്റെ അച്ഛനും നിർബന്ധിച്ച അച്ഛൻ കൊണ്ടുപോകും. ഓ, ഇപ്പൊ കൊണ്ടുപോയത് തന്നെ. എങ്ങനെങ്കിലും ഒന്ന് കോളേജിൽ എത്തിക്കിട്ടിയാ മതിയായിരുന്നു. എനിക്കും അത്രേ ഉള്ളൂ. ഓ, ഇന്നാ മലയാളത്തിന് സാർ വരാണ്ടെന്നാ മതിയായിരുന്നു. ഗുഡ്. താങ്ക് യു സാർ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേമാതിരി എഴുതി കൊണ്ടിരുത്തുന്നു. കൊണ്ടുപോ. Let us begin the class. Today we study about evaporation and condensation. So, what is evaporation? Evaporation is the process of changing water into water vapor. What is evaporation? The process of changing water into water vapor is called evaporation. Is it clear? The next process is condensation. The process of changing water vapor into water is called condensation. Already we have learned 2 processes. What is evaporation?